Hey guys, welcome back to Techie Travel Vlogs. It's me, Miss with you. എന്നിട്ട് എന്തൊക്കെയുണ്ട് വിവരങ്ങളും വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും സുഖമെന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വിമാന നിർമ്മാണ കമ്പനികളെ കുറിച്ചിട്ടാണ്. ഇൻ്റർനാഷണലി വിമാന നിർമ്മാണ കമ്പനികളുടെ ലിസ്റ്റ് എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ മെയിനായിട്ട് രണ്ട് കമ്പനികളാണുള്ളത്. ഒന്ന് ബോയിങ്ങും മറ്റൊന്ന് എയർബസും. അപ്പോൾ ഈ രണ്ട് കമ്പനികളിൽ ബോയിങ്ങിൻ്റെ വിശേഷങ്ങൾ, ബോയിങ്ങിൻ്റെ ഹിസ്റ്ററിയാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. സോ ലെറ്റ്സ് റോൾ. ബോയിങ് എന്ന വിമാന കമ്പനിയെക്കുറിച്ച് നാം എല്ലാം കേട്ടിട്ടുണ്ട്. ഭൂമിയുടെ ഉപരിതലത്തിനു മേലെയുള്ള ഏതൊരു മനുഷ്യനിർമ്മിത വസ്തു എടുത്താലും ആ മേഖലകളിലെല്ലാം ബോയിങ്ങിന് തങ്ങളുടേതായ ഉൽപ്പന്നങ്ങളുണ്ട്. മികച്ച യാത്രാ വിമാനങ്ങളായ 737-ഉം 747 ജംബോ ജെറ്റിനും 787 ഡ്രീം ലൈനറിനുമെല്ലാം പുറമേയാണ് സൈനിക രംഗത്തും ബഹിരാകാശ രംഗത്തും ബോയിങ്ങിനുള്ള നിറഞ്ഞ സാന്നിധ്യം. 100 വർഷങ്ങൾക്ക് മുമ്പ് തടി വ്യവസായത്തിൽ നിന്നും എളിയ രീതിയിൽ ആരംഭിച്ച ബോയിങ് എന്ന ആഗോള എഞ്ചിനീയറിംഗ് ഭീമൻ്റെ ചരിത്രം നമ്മെയെല്ലാം അത്ഭുതപ്പെടുത്തിയേക്കാം. 1903 റൈറ്റ് സഹോദരങ്ങൾ ആദ്യമായി വിമാനം പറത്തിയപ്പോൾ മാനമേറിയത് ഒരു ചെറു വിമാനം മാത്രമല്ല, ലോകമെമ്പാടുമുള്ള അനേകം യുവാക്കളുടെ പറക്കുക എന്ന ആഗ്രഹം കൂടിയായിരുന്നു. അത്തരമൊരു യുവസംരംഭകനായിരുന്നു വില്യം ഇ ബോയിങ്. തടി വ്യവസായത്തിലൂടെ സമ്പന്നനായ ഇദ്ദേഹത്തിന് വിമാനം പറത്താൻ പഠിക്കുക എന്നത് വലിയൊരു ആഗ്രഹമായിരുന്നു. ഇതിനായി സ്വന്തമായൊരു വിമാനം തന്നെ അക്കാലത്ത് അദ്ദേഹം വാങ്ങി. എന്നാൽ ഈ വിമാനത്തിന് പരീക്ഷണ വേളയിലുണ്ടായ അപകടത്തിൽ സാരമായ കേടുപാടുകൾ സംഭവിച്ചപ്പോൾ സ്പെയർ പാർട്സ് ലഭിക്കാൻ വില്യം ബോയിങ്ങിന് മാസങ്ങളോളം കാത്തിരിക്കേണ്ടതായി വന്നു. ഈ സമയത്താണ് സ്വന്തമായൊരു വിമാനം നിർമ്മിക്കുക എന്നൊരാശയം ബോയിങ്ങിനുണ്ടായത്. തുടർന്ന് ഇദ്ദേഹം തൻ്റെ സുഹൃത്തും US നേവിയിലെ എഞ്ചിനീയറുമായ ജോർജ് സി വെസ്റ്റ്വേലുമായി ചേർന്ന് പസഫിക് എയറോ പ്രൊഡക്ട്സ് സ്ഥാപിക്കുകയും തങ്ങളുടെ ആദ്യ വിമാനമായ B&W സീപ്ലെയിൻ നിർമ്മിക്കുകയും ചെയ്തു. ഈ വിമാനങ്ങൾ US നേവിക്ക് വിൽക്കാൻ ബോയിങ് അന്ന് ശ്രമിച്ചെങ്കിലും സേന അപ്പോൾ അതിൽ താൽപ്പര്യം പ്രകടിപ്പിച്ചിരുന്നില്ല. അടുത്ത വർഷം തന്നെ വെസ്റ്റ്രവൽ കമ്പനി വിട്ടതോടെ ബോയിങ് തൻ്റെ പേരിൽ കമ്പനി പുനർനാമകരണം ചെയ്യുകയായിരുന്നു. എന്നാൽ 1917 അമേരിക്കയും ഒന്നാം ലോക മഹായുദ്ധത്തിൽ പങ്കുചേർന്നതോടെ വിമാനങ്ങൾക്ക് വൻതോതിൽ ആവശ്യമേറി. ബോയിങ്ങിൻ്റെ വിമാനങ്ങൾക്ക് അമേരിക്കൻ നാവികസേനയിൽ പ്രാധാന്യം ഏറെയായിരുന്നു. എന്നാൽ 1918 യുദ്ധം അവസാനിച്ചതോടെ സേനയിൽ നിന്നുമുള്ള ഓർഡറുകൾ തെല്ലുമില്ലാതെയായി. മാത്രമല്ല, സേന തങ്ങളുടെ പക്കലുണ്ടായിരുന്ന വിമാനങ്ങൾ ചുളുവിലക്ക് വിപണിയിൽ വിൽക്കാനാരംഭിച്ചതോടെ ബോയിങ് അടക്കമുള്ള വിമാന കമ്പനികളുടെ നിലനിൽപ്പ് തന്നെ താളം തെറ്റി. എന്നാൽ വില്യം ബോയിങ് പിന്മാറാൻ ഒരുക്കമായിരുന്നില്ല. ഏതു വിധേനയും തൻ്റെ കമ്പനി മുന്നോട്ട് കൊണ്ടുപോകാനായിരുന്നു അദ്ദേഹത്തിൻ്റെ ശ്രമം. ഇതിനായി വിമാനം നിർമ്മിച്ചിരുന്ന ഫാക്ടറിയിൽ തന്നെ ഫർണിച്ചറുകളും ബോട്ടുകളും നിർമ്മിക്കാൻ ആരംഭിച്ചു. പല അവസരങ്ങളിലും തൊഴിലാളികൾക്കുള്ള വേതനം സ്വന്തം കീശയിൽ നിന്ന് തന്നെ നൽകേണ്ട അവസ്ഥ അദ്ദേഹത്തിനുണ്ടായി. 1921 US ആർമിക്കായി 200 MB-3A വിമാനങ്ങൾ നിർമ്മിച്ചു നൽകാനുള്ള കരാർ ലഭിച്ചത് ബോയിങ്ങിൻ്റെ ചരിത്രത്തിലെ ഒരു വഴിത്തിരിവായി. അക്കാലത്ത് ബോയിങ്ങിൻ്റെ സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കുന്നതിൽ ഈ കരാർ വഹിച്ച പങ്ക് തെല്ലൊന്നുമായിരുന്നില്ല. കമ്പനിയുടെ സ്ഥിതി മെച്ചപ്പെട്ടതോടെ ബോയിങ് കൂടുതൽ എഞ്ചിനീയർമാരെ നിയമിക്കുകയും പുതിയ വിമാനങ്ങൾ ഡിസൈൻ ചെയ്യാൻ ആരംഭിക്കുകയും ചെയ്തു. ഇതിൻ്റെ ഫലമായിരുന്നു മോഡൽ 14 വിമാനങ്ങൾ. എയർമെയിൽ എത്തിക്കുക എന്നതായിരുന്നു ആദ്യകാല മോഡൽ 14 വിമാനങ്ങളുടെ ലക്ഷ്യമെങ്കിലും പിന്നീട് യാത്രക്കാരെ കൂടി കൊണ്ടുപോകാനുള്ള തരത്തിൽ ഇവയെ പരിഷ്കരിക്കുകയായിരുന്നു. എന്നാൽ വിമാന നിർമ്മാണത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുകയായിരുന്നില്ല ബോയിങ് ചെയ്തത്. വിമാന നിർമ്മാണ വേളയിലും നിർമ്മാണത്തിനു ശേഷവും തങ്ങളോടൊത്ത് പ്രവർത്തിച്ചിരുന്ന കമ്പനികളെയെല്ലാം പടിപടിയായി ബോയിങ് തങ്ങളോട് കൂട്ടിച്ചേർത്തു. ഒരു വശത്ത് എൻജിൻ, പ്രൊപ്പല്ലർ എന്നിവ നിർമ്മിക്കുന്ന കമ്പനികളെ തങ്ങളോട് ലയിപ്പിച്ചപ്പോൾ മറുവശത്ത് യാത്രക്കാരെയും എയർമെയിലിനെയും കൊണ്ടുപോകുന്ന എയർലൈനുകളെയും ബോയിങ് സ്വന്തമാക്കി. യുണൈറ്റഡ് എയർക്രാഫ്റ്റ് ആൻഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ എന്ന പേരിലാണ് ഈ ഭീമൻ കമ്പനി അറിയപ്പെട്ടത്. വിമാനങ്ങളുടെ നിർമ്മാണം മുതൽ പ്രവർത്തനം വരെ സമസ്ത മേഖലകളും ഈ കമ്പനിയുടെ കീഴിലായതിനെ തുടർന്ന് ഒരു കുത്തക കമ്പനിയായിട്ടാണ് ഈ കമ്പനി പ്രവർത്തിച്ചത്.
ഇതിനൊരു ഉദാഹരണമായിരുന്നു ബോയിങ് തങ്ങളുടെ പുതിയ 247 എന്ന മോഡലിൻ്റെ ആദ്യ 60 വിമാനങ്ങൾ തങ്ങളുടെ തന്നെ എയർലൈനുകൾക്കായി മാറ്റിവെച്ചു എന്നത്. സാങ്കേതികമായി മറ്റു വിമാനങ്ങളെക്കാൾ ഏറെ മുന്നിലായിരുന്ന ഈ വിമാനങ്ങളിലൂടെ ഉണ്ടാകുന്ന സാമ്പത്തിക നേട്ടം തങ്ങളുടെ തന്നെ കമ്പനികളിലേക്ക് ചെന്നു ചേരുമെന്ന് അവർ കണക്കുകൂട്ടി. എന്നാൽ ഇത് മനസ്സിലാക്കിയ US സെനറ്റ് നിയമനിർമ്മാണത്തിലൂടെ കമ്പനിയെ 3 കഷ്ണങ്ങളാക്കുകയായിരുന്നു. ഇതിൽ മനം നൊന്ത് വില്യം ബോയിങ് തൻ്റെ ഓഹരികളെല്ലാം വിറ്റ് കമ്പനിയിൽ നിന്ന് തന്നെ വിരമിച്ചു. തുടർന്ന് ബോയിങ്ങിൻ്റെ പ്രസിഡൻ്റായത് ക്ലെയർ എഡ്വേർഡ് ആയിരുന്നു. അതുവരെ ചെറു വിമാനങ്ങളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്ന ബോയിങ് പിന്നീട് വലിയ യാത്രാ വിമാനങ്ങളിലേക്കും ബോംബർ വിമാനങ്ങളിലേക്കും തിരിഞ്ഞു. B-17, ഫ്ലൈയിങ് ഫോർട്രസ്, B-29, സൂപ്പർ ഫോർട്രസ് എന്നീ വിമാനങ്ങളുടെ നിർമ്മാണത്തിന് ചുക്കാൻ പിടിച്ചതും ഇദ്ദേഹമായിരുന്നു. 1941 പോൾ ഹാർബർ ആക്രമണത്തോടെ അമേരിക്കയും രണ്ടാം ലോക മഹായുദ്ധത്തിലേക്ക് വലിച്ചേക്കപ്പെട്ടപ്പോൾ അമേരിക്കൻ ആക്രമണത്തിൻ്റെ കുന്തമുനയായിരുന്നു ബോയിങ്ങിൻ്റെ ബോംബർ വിമാനങ്ങൾ. ഇക്കാലത്ത് വിമാനങ്ങളുടെ വർദ്ധിച്ച ആവശ്യകതയെ തുടർന്ന് ബോയിങ് തങ്ങളുടെ തൊഴിലാളികളുടെ എണ്ണം 10 മടങ്ങ് വർദ്ധിപ്പിച്ചു. യുദ്ധമുഖത്തേക്കായി പുരുഷന്മാരെ അയച്ചപ്പോൾ ഡിഫൻസ് ഫാക്ടറികളിലെ തൊഴിലുകളിലേക്ക് സ്ത്രീകളെ നിയോഗിക്കുകയായിരുന്നു. പുരുഷന്മാർ ചെയ്യുന്ന ഏത് തൊഴിലും സ്ത്രീകൾക്കും ചെയ്യാം എന്ന് അമേരിക്കയെ അക്കാലത്ത് ബോധ്യപ്പെടുത്തിയത് ബോയിങ് ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളായിരുന്നു. പ്രതിമാസം 350ഓളം വിമാനങ്ങളാണ് ബോയിങ് അക്കാലത്ത് നിർമ്മിച്ചിരുന്നത്. ഇതിൽ ഏറിയ പങ്കും B-17 B-29 B-17 വിമാനങ്ങൾ ജർമ്മനിക്കുമേൽ ബോംബ് വർഷം നടത്തിയപ്പോൾ B-29 വിമാനങ്ങൾ മുഖ്യമായും വിന്യസിക്കപ്പെട്ടിരുന്നത് ജപ്പാനെതിരായ യുദ്ധത്തിലായിരുന്നു. ഹിരോഷിമയിലും നാഗസാക്കിയിലും വർഷിച്ച ആണവ ബോംബുകളുടെ വാഹകരായതും B-29 വിമാനങ്ങൾ തന്നെ. വിരോധാഭാസം എന്നു പറയട്ടെ, യുദ്ധത്തിനു ശേഷമുണ്ടായിരുന്ന സമാധാനകാലം ബോയിങ്ങിനെ സംബന്ധിച്ചിടത്തോളം വളരെ ക്ലേശകരമായിരുന്നു. യുദ്ധവിമാനങ്ങളുടെ ആവശ്യം കുറഞ്ഞതോടെ 10,000-കണക്കിന് പേരെ പിരിച്ചുവിടേണ്ടതായി വന്നു. യാത്രാ വിമാനങ്ങളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുകയല്ലാതെ ബോയിങ്ങിന് മുന്നിൽ മറ്റു മാർഗങ്ങളൊന്നും തന്നെ ഇല്ലായിരുന്നു. യുദ്ധത്തിന് തൊട്ടു മുൻപ് ബോയിങ് നിർമ്മിച്ച മോഡൽ 307, മോഡൽ 314 എന്നീ വിമാനങ്ങൾ വൻ വാണിജ്യ പരാജയങ്ങൾ ആയിരുന്നു എന്നത് അവരെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കി. അതിനാൽ തന്നെ ബോയിങ്ങിനൊരു പുതുതുടക്കം ആവശ്യമായിരുന്നു. ലോകം ജെറ്റ് യുഗത്തിലേക്ക് ചുവടുവെച്ച കാലമായിരുന്നു അത്. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് നാസികളിൽ നിന്നും പിടിച്ചെടുത്ത ME-262 ജെറ്റ് വിമാനത്തിൻ്റെ സാങ്കേതിക വിദ്യ അടിസ്ഥാനമാക്കി ബോയിങ് ഒരു ബോംബർ ജെറ്റ് വിമാനം നിർമ്മിച്ചിരുന്നു. ഈ വിമാനത്തിൻ്റെ നിർമ്മാണത്തിലൂടെ ബോയിങ്ങിന് ജെറ്റ് എഞ്ചിൻ്റെ മേന്മയെക്കുറിച്ച് അറിവുണ്ടായി എന്നു മാത്രമല്ല അടിസ്ഥാന സാങ്കേതിക പരിജ്ഞാനവും ലഭിച്ചിരുന്നു. ലോകത്തിലെ ആദ്യ കൊമേഴ്ഷ്യൽ ജെറ്റ് വിമാനം നിർമ്മിച്ചത് ബ്രിട്ടൻ്റെ ഡി ഹെവിലാൻഡ് എന്ന കമ്പനിയായിരുന്നു. എന്നാൽ വലിയ പ്രതീക്ഷകളോടെ അവതരിപ്പിച്ച അവരുടെ കൊമറ്റ് എന്ന വിമാനം പലകുറി തകരുകയും അതിലുള്ളവരെല്ലാം കൊല്ലപ്പെടുകയും ചെയ്തതോടെ ലോകത്തിന് അവയിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു. B-47 ജെറ്റ് വിമാനങ്ങളുടെ സാങ്കേതിക വിദ്യ അടിസ്ഥാനമാക്കി ഒരു കൊമേഴ്ഷ്യൽ ജെറ്റ് വിമാനം നിർമ്മിക്കാനായിരുന്നു ബോയിങ് പദ്ധതിയിട്ടത്. അക്കാലത്ത് അമേരിക്കയിലെ മറ്റെല്ലാ കമ്പനികളും പ്രൊപ്പല്ലർ സാങ്കേതിക വിദ്യയുടെ മുന്നേറ്റത്തിലാണ് വിശ്വസിച്ചിരുന്നത്. അതിനാൽ ജെറ്റ് സാങ്കേതിക വിദ്യയിൽ നിക്ഷേപിക്കുന്നതിൻ്റെ വിജയസാധ്യതയെ ചൊല്ലി ബോയിങ്ങിന് അകത്തുനിന്നും പുറത്തുനിന്നും ഏറെ ചോദ്യങ്ങൾ ഉയരുകയുണ്ടായി. ബോയിങ്ങിൻ്റെ അന്നത്തെ പ്രസിഡൻ്റായിരുന്ന ബിൽ എലിൻ്റെ ശക്തമായ പിന്തുണ ഒന്നുകൊണ്ട് മാത്രമായിരുന്നു അവർ ജെറ്റ് യാത്രാ വിമാനങ്ങളിലേക്ക് തിരിഞ്ഞത്. തുടർന്ന് കമ്പനിയുടെ മൂല്യത്തിൻ്റെ 25% വരുന്ന തുക ബോയിങ് ഈ പദ്ധതിക്കായി ചിലവഴിച്ചു. ബോയിങ് 707 എന്ന ഐതിഹാസിക വിമാനത്തിനായിരുന്നു ഈ പദ്ധതി വഴിവെച്ചത്. ശുഭകരവും സുരക്ഷിതവും വേഗമേറിയതുമായ 707 യാത്ര ഈ വിമാനത്തെ ഒരു വൻ വിജയമാക്കി തീർത്തു. ഈ വിമാനത്തിൻ്റെ വിജയത്തോടെ ബോയിങ് ലോകത്തിലെ പ്രമുഖ വിമാന നിർമ്മാണ കമ്പനിയായി മാറുകയായിരുന്നു. യാത്രാ വിമാന രംഗത്ത് അന്നുവരെ മുന്നിൽ നിന്ന ഡഗ്ലസ് 707 ഒരു പ്രതിയോഗിയെ നിർമ്മിച്ചുവെങ്കിലും അതത്ര വിജയം കണ്ടില്ല. തുടർന്നുള്ള ദശകത്തിൽ ബോയിങ്ങിൻ്റെ ജൈത്രയാത്രക്കാണ് ലോകം സാക്ഷ്യം വഹിച്ചത്.
വിപണിക്കാവശ്യമായ പുതിയ വിമാനങ്ങളുടെ വികസനത്തിലൂടെയും നിലവിലുള്ളവയുടെ നിരന്തരമായ നവീകരണത്തിലൂടെയും മികച്ച ഉപഭോക്തൃ സേവനത്തിലൂടെയും വളരെ പെട്ടെന്നു തന്നെ ബോയിങ് കൊമേഴ്ഷ്യൽ വിമാന മേഖലയിൽ തങ്ങളുടേതായ മേധാവിത്വം സ്ഥാപിച്ചു. 707 അടിസ്ഥാനമാക്കി ബോയിങ് 727 തുടർന്ന് 737 അവതരിപ്പിക്കുകയായിരുന്നു. 737 അതിൻ്റെ പരിഷ്കരിച്ച പതിപ്പുകളും ഇന്നും ആകാശങ്ങളിൽ അതിൻ്റെ സാന്നിധ്യം തെളിയിക്കുന്നു. ലോകത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ വിറ്റഴിഞ്ഞ യാത്രാവിമാനവും ഇതുതന്നെ. ഇടത്തരം ദൂരത്തേക്കുള്ള യാത്രകൾ ലക്ഷ്യം വെച്ചുള്ളവയായിരുന്നു 737 ശ്രേണിയിലെ വിമാനങ്ങൾ. എന്നാൽ കൂടുതൽ ദൂരം യാത്ര ചെയ്യാൻ കഴിവുള്ള വിമാനങ്ങൾ ലോകവിപണിയിൽ ലഭ്യമായിരുന്നില്ല. ഇതു മനസ്സിലാക്കിയ ബോയിങ് 400 പേർക്ക് യാത്ര ചെയ്യാവുന്ന 747 ശ്രേണിയിലുള്ള വിമാനങ്ങൾ വിപണിയിലെത്തിച്ചു. 747ൻ്റെ വരവോടെയാണ് വിമാനയാത്ര സാധാരണക്കാർക്ക് സാധ്യമായതും കൂടുതൽ പേർ ദീർഘദൂര യാത്രക്കായി വിമാനങ്ങളെ ആശ്രയിക്കാൻ ശ്രമിച്ചതും. തുടർന്നുള്ള 30 വർഷക്കാലം ബോയിങ് 747 ആയിരുന്നു വമ്പൻ വിമാനങ്ങളുടെ വിപണി അടക്കി വാണിരുന്നത്. 60കൾ ബോയിങ്ങിൻ്റെ വളർച്ചയുടെ കാലമായിരുന്നു എങ്കിൽ 70കൾ വിളർച്ചയുടെ കാലമായിരുന്നു. അമേരിക്കയെ ബാധിച്ച സാമ്പത്തിക മാന്ദ്യവും എണ്ണവിലയിൽ കുത്തനെയുണ്ടായ വർധനവും വിമാനങ്ങളുടെ വിൽപ്പനയെ സാരമായി ബാധിച്ചു. 747ൻ്റെ വികസനത്തിനായി വൻതുക മുടക്കിയ ബോയിങ്ങിന് ഇതൊരു വൻ തിരിച്ചടിയായി. എന്നാൽ 80കളോടെ സ്ഥിതിഗതികൾ മെച്ചപ്പെട്ടു. ഇക്കാലയളവിൽ നിലവിലുള്ള കൊമേഴ്ഷ്യൽ വിമാനങ്ങളുടെ ആവശ്യകത വർദ്ധിച്ചു എന്നു മാത്രമല്ല പുതിയ മോഡലുകളായ 757, 767 എന്നിവ വിപണിയിൽ വിജയിക്കുകയും ചെയ്തു. ഈ കാലഘട്ടത്തിലാണ് എയർബസ് ബോയിങ്ങിന് കടുത്ത വെല്ലുവിളികൾ ഉയർത്താൻ ആരംഭിച്ചതും. എയർബസിൻ്റെ A340യേക്കാളും മികച്ച ഒരു വൈഡ് ബോഡി വിമാനം നിർമ്മിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയായിരുന്നു ബോയിങ് 777 അവതരിപ്പിച്ചത്. ഇന്ധനക്ഷമതയേറിയതും പരിപാലന ചിലവ് കുറഞ്ഞതുമായ ബോയിങ്ങിൻ്റെ 777നോട് പിടിച്ചു നിൽക്കാനാവാതെ എയർബസിന് A340 വിമാനങ്ങളെ നിർത്തിവെക്കേണ്ടതായി വന്നു. എന്നാൽ ബോയിങ്ങിൻ്റെ 737ന് കടുത്ത വെല്ലുവിളികൾ ഉയർത്തിയ എയർബസ് 320 വിമാനങ്ങളെ ചെറുക്കാൻ ബോയിങ്ങിനുമായില്ല. ബോയിങ്ങിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വഴിത്തിരിവായിരുന്നു മക്ഡൊണാൾഡ്സ് ഡഗ്ലസുമായുള്ള ലയനം. ബോയിങ്ങിൻ്റെ സാമ്പത്തിക നില ഭദ്രമായിരുന്നു എങ്കിലും മക്ഡൊണാൾഡ് ഡഗ്ലസിൻ്റെ നില പരുങ്ങലിലായിരുന്നു. പുതിയ കമ്പനിയുടെ മാനേജ്മെൻറ്റ് സ്ഥാനങ്ങളിൽ മിക്കതിലും മക്ഡൊണാൾഡ്സ് ഡഗ്ലസിൽ ഉള്ളവരായിരുന്നു. തുടർന്നുള്ള വർഷങ്ങളിൽ കമ്പനിയുടെ അടിസ്ഥാന മൂല്യങ്ങൾ വരെ പൊളിച്ചെഴുതുകയാണ് പുതിയ മാനേജ്മെൻറ്റ് ചെയ്തത്. സ്ഥാപിതമായതു മുതൽ ഒരു മികച്ച എഞ്ചിനീയറിംഗ് കമ്പനിയായാണ് ബോയിങ്ങിനെ കണക്കാക്കിയിരുന്നത്. വിപണിക്കുതകുന്ന തരത്തിൽ ഏറ്റവും മികച്ച വിമാനങ്ങൾ നിർമ്മിക്കുകയും വിൽക്കുകയും ചെയ്യുക എന്നതായിരുന്നു കമ്പനിയുടെ ലക്ഷ്യം. ഉൽപ്പന്നങ്ങളുടെ മേന്മ തിരിച്ചറിഞ്ഞ് ഉപഭോക്താക്കൾ കൂടുതൽ വിമാനങ്ങൾ വാങ്ങുകയും ഇതിലൂടെ വർദ്ധിച്ച ലാഭം ഉണ്ടാക്കുകയുമായിരുന്നു ബോയിങ് ചെയ്തു വന്നിരുന്നത്. അതുകൊണ്ട് തന്നെ എഞ്ചിനീയറിംഗ് ടീമിനായിരുന്നു ബോയിങ്ങിൽ പ്രാധാന്യം. എന്നാൽ ലയനത്തിനു ശേഷം ഏതു വിധേനയും ചിലവ് ചുരുക്കി ലാഭം വർദ്ധിപ്പിക്കുക എന്നതായി ലക്ഷ്യം. ഗവേഷണത്തിനും എഞ്ചിനീയറിങ്ങിനും മുടക്കുന്നതായിരുന്നു ബോയിങ്ങിൻ്റെ ഏറ്റവും വലിയ ചിലവ് എന്നതിനാൽ ഇത് വെട്ടിക്കുറച്ചുകൊണ്ടായിരുന്നു ബോയിങ്ങിൻ്റെ പുതിയ തുടക്കം. ചിലവ് ചുരുക്കുന്നതിൻ്റെ ഭാഗമായി വിമാന നിർമ്മാണം ഔട്ട്സോഴ്സ് ചെയ്യാനായിരുന്നു മാനേജ്മെൻറ്റിൻ്റെ തീരുമാനം. അതുവരെ ബോയിങ് വിമാനങ്ങളിൽ ഉപയോഗിച്ചിരുന്ന പ്രധാന ഭാഗങ്ങളുടെ രൂപകൽപ്പനയും നിർമ്മാണവും ആഭ്യന്തരമായാണ് നിർവഹിച്ചിരുന്നത്. എൻജിൻ, ഏവിയോണിക്സ് എന്നിങ്ങനെ ബോയിങ്ങിന് വൈദഗ്ധ്യമില്ലാത്ത ഭാഗങ്ങൾക്കു വേണ്ടി മാത്രമായിരുന്നു അവർ മറ്റു കമ്പനികളെ ആശ്രയിച്ചിരുന്നത്. എന്നാൽ മറ്റു ഭാഗങ്ങൾക്ക് കൂടി കോൺട്രാക്റ്റ് നൽകുന്നതുവഴി ചിലവ് പിന്നെയും കുറക്കാം എന്നവർ കണക്കുകൂട്ടി. ഈ മാറ്റങ്ങളുടെ പ്രത്യാഘാതമാകട്ടെ തുടർന്നിറങ്ങിയ ബോയിങ് 787 വ്യക്തമായി കാണാം. 2007 പുറത്തിറങ്ങിയ 787 സീരീസിലെ ഈ വിമാനങ്ങളുടെ കൊമേഴ്ഷ്യൽ സർവീസ് ആരംഭിക്കുന്നതാവട്ടെ 2011 ഇതിനു കാരണമാകട്ടെ 787 വിമാനത്തിൻ്റെ 60% വരുന്ന ഘടകങ്ങൾ ഔട്ട്സോഴ്സ് ചെയ്യാനുള്ള തീരുമാനവും.
വിവിധ കമ്പനികളിലേക്ക് ഔട്ട്സോഴ്സ് ചെയ്ത ഘടകങ്ങൾ സംയോജിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും നവീനമായ ഭാഗങ്ങൾ നിർമ്മിക്കുമ്പോൾ നേരിട്ടേക്കാവുന്ന റിസ്കുകളും ബോയിങ് വേണ്ടവിധം വിലയിരുത്തിയിരുന്നില്ല. ഇത് കാലതാമസം വരുത്തിവെക്കുക മാത്രമല്ല, പദ്ധതിയുടെ ചിലവ് 10 മടങ്ങ് വർദ്ധിപ്പിക്കുകയും ചെയ്തു. 727 ബോയിങ്ങിന് വരുത്തിവെച്ച പൊല്ലാപ്പുകൾ പരിഹരിക്കുന്നതിനിടയിലായിരുന്നു എയർബസ് 320 വിമാനങ്ങളുടെ പരിഷ്കരിച്ച പതിപ്പായ A320neo പ്രഖ്യാപിക്കുന്നത്. കൂടുതൽ ഇന്ധനക്ഷമതയുള്ള ഈ വിമാനങ്ങൾ ബോയിങ്ങിൻ്റെ 737 മോഡലിന് കടുത്ത വെല്ലുവിളിയായിരുന്നു. വിവിധ എയർലൈനുകളിൽ നിന്ന് 100ഓളം ബുക്കിങ്ങുകൾ A320neoക്ക് വന്നുകൂടിയത് ബോയിങ്ങിന് കണ്ടു നിൽക്കാനായില്ല. 737 മാക്സ് എന്ന പേരിൽ ബോയിങ് A320neoക്ക് ഒരു പ്രതിയോഗിയെ നിർമ്മിച്ചുവെങ്കിലും ധൃതി പിടിച്ച് വിപണിയിൽ എത്തിക്കാൻ ശ്രമിച്ചത് അവർക്ക് തന്നെ വിനയായി തീർന്നു. 6 മാസത്തിനുള്ളിൽ 2 737 മാക്സ് വിമാനങ്ങളാണ് നിലം പതിച്ചത്. ഈ അപകടങ്ങളിൽ 600ഓളം പേർ മരണമടഞ്ഞതിനെ തുടർന്ന് എല്ലാ എയർലൈനുകളും 737 മാക്സ് വിമാനങ്ങൾ പിൻവലിച്ചു. 737 മാക്സ് വിമാനങ്ങൾ ഗ്രൗണ്ട് ചെയ്തതോടെ ഈ ശ്രേണിയിലുള്ള വിമാനങ്ങൾ ബോയിങ്ങിന് ഡെലിവർ ചെയ്യാൻ സാധ്യമല്ല എന്നു മാത്രമല്ല, വിമാന കമ്പനികൾക്ക് നഷ്ടപരിഹാര തുക നൽകേണ്ടതായും വന്നു. കുറഞ്ഞത് $60 ബില്യൺ വേണം പിടിച്ചു നിൽക്കാൻ എന്നാണ് ബോയിങ് ഇക്കഴിഞ്ഞ മാർച്ചിൽ പറഞ്ഞത്. സാധാരണഗതിയിൽ ബോയിങ് പോലൊരു വമ്പൻ കമ്പനിക്ക് ഇതുപോലുള്ള പ്രതിസന്ധികളെ തരണം ചെയ്യാനായി കരുതൽ ധനമുണ്ടായിരിക്കും. എന്നാൽ ഷെയർ വില കൂട്ടുക എന്ന ഉദ്ദേശത്തോടെ 2013 ബോയിങ് കമ്പനിയുടെ ലാഭമെടുത്തു ഷെയർ ബൈബാക്ക് ചെയ്യാൻ ആരംഭിച്ചു. വാർഷിക ആദായത്തിൻ്റെ 90% വരെയാണ് ഇത്തരത്തിൽ വിനിയോഗിച്ചിരുന്നത്. തൽഫലമായി ഓഹരി വില പല മടങ്ങ് വർദ്ധിച്ചിരുന്നു. എന്നാൽ ഇതിലൂടെ ധനികരായത് ബോയിങ്ങിൻ്റെ തന്നെ എക്സിക്യൂട്ടീവുകളും സ്വതവേ ധനികരായിരുന്ന വൻകിട നിക്ഷേപകരും. ഇത്തരത്തിലുള്ള ഒട്ടേറെ പ്രതിസന്ധി ഘട്ടങ്ങൾ വിജയകരമായി തരണം ചെയ്ത ബോയിങ് ഈ ഒരു പ്രതിസന്ധി ഘട്ടവും വിജയകരമായി തന്നെ തരണം ചെയ്യുമെന്ന് നമുക്ക് പ്രത്യാക്ഷിക്കാം. എല്ലാവർക്കും ഞങ്ങളുടെ ഈ ഒരു വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുകയാണെങ്കിൽ ഞങ്ങളിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ അപ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയ മറ്റൊരു ഉപകാരപ്രദമായ ടോപ്പിക്കുമായി ഞങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നതുവരേക്കും ടെക്കി ട്രാവൽ വ്ളോഗ്സ് സൈനിങ് ഓഫ്.